പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ദൈവമൊരുക്കി തന്ന മഹാഭാഗ്യത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ ലോകം മുഴുവൻ വലിയ പ്രതിസന്ധികളിലൂടെ യാത്ര തുടരുകയാണ്. നമുക്കറിയാം, വലിയ കഷ്ടങ്ങളിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിനെ പിൻപറ്റുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും സമാധാനവും ഒക്കെ വന്ന് നിറഞ്ഞിരിക്കുന്നുവല്ലോ. ഈ ലോകത്ത് ഭക്തരെന്ന് നനയ്ക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ രണ്ട് തരം ആളുകളുണ്ട്. യഥാർത്ഥ ഭക്തന്മാരുണ്ട്, കപടഭക്തന്മാരുമുണ്ട്. ഇതിൽ യഥാർത്ഥ ഭക്തൻ ആരാണെന്നും കപടഭക്തൻ ആരാണെന്നും തിരിച്ചറിയുവാൻ ഒറ്റ നോട്ടത്തിൽ എളുപ്പമല്ല. ദൈവവചനം ഭക്തന്മാരെയും കപടഭക്തന്മാരെയും തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാനൊരു ഭക്തനാണോ എന്ന് സ്വയത്തോട് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയുന്നത് ഞാനൊരു ഭക്തയാണ് എന്ന് തന്നെയാണ്. എന്നാൽ ദൈവവചനം അത് സമ്മതിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായി തീരേണ്ടത്. ദൈവത്തിൻ്റെ വചനം ഭക്തരെക്കുറിച്ച് എന്താണ് പറയുന്നത്, കപടഭക്തരെക്കുറിച്ച് എന്താണ് പറയുന്നത്? കപടഭക്തരെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. കപടഭക്തനല്ല ഞാനെന്ന് ഉറപ്പായാൽ ഭക്തിയുള്ള നിലയ്ക്ക് എന്നിലെ ഭക്തി യഥാർത്ഥ ഭക്തിയാണെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയെല്ലാം ന്യായീകരിക്കുന്നതല്ലാതെ അത് കുറവാണെന്ന് സമ്മതിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ചിലരെങ്കിലും അവരുടെ കുറവുകളെ സമ്മതിക്കുകയും അതുകൊണ്ട് തന്നെ അവർ താഴ്മപ്പെടുകയും ചെയ്യും. അത് ഭക്തന്മാരുടെ സ്വഭാവമാണ്. എന്നാൽ കപടഭക്തന്മാർ ഒരിക്കലും സ്വന്തം തെറ്റ് സമ്മതിക്കുന്നില്ല. ആ തെറ്റുകളെല്ലാം ശരിയാണെന്നാണ് കപടഭക്തന്മാരായ ആളുകളുടെ കാഴ്ചപ്പാട്. അതുതന്നെയാണ് ഏറ്റവും വലിയ അപകടം. എനിക്ക് തോന്നുന്നത്, വചനം ആഴത്തിൽ പഠിക്കുമ്പോൾ അഭക്തന്മാരെക്കാൾ അപകടകാരികളാണ് കപടഭക്തന്മാർ എന്നാണ്. അഭക്തർക്കൊരു നിലപാടുണ്ട്, കാരണം അവർ ഭക്തരല്ല എന്ന നിലപാട്. ഇത് ഭക്തരാണെന്ന് വരുത്തി തീർത്തിട്ട് ആ ഭക്തിയിൽ വെള്ളം ചേർത്ത് കാപട്യം കാണിച്ച് കപടഭക്തരായി ഭക്തിയുടെ പുറംമൂടിയുമായി നടന്ന് ഉള്ളിൽ ഭക്തി ഇല്ലാതിരിക്കുന്ന വഞ്ചകരായ ആളുകളാണ് കപടഭക്തന്മാർ. അതുകൊണ്ടാണ് പറയുന്നത് അഭക്തന്മാരെക്കാൾ അപകടകാരികളാണ് കപടഭക്തരെന്ന്. അതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാനും അതിൽ പരിമിതികളോ കുറവുകളോ വൈകൃതങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തുവാനുമൊക്കെ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം കുറേ കൂടെ തിളക്കമുള്ളതായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കിന്ന് അങ്ങനെ ഒരു ധ്യാനം ദൈവസന്നിധിയിൽ നടത്താം. ആ ഒരു കപടഭക്തനെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? ഒരു കപടഭക്തൻ എപ്പോഴും സ്വയം നീതീകരിക്കുന്ന ആളായിരിക്കുമെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്വയം നീതീകരിക്കുന്ന ആൾ. കപടഭക്തനെ സംബന്ധിച്ച് ജീവിതത്തിൽ എപ്പോഴും സ്വന്തം നീതി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ തെറ്റുകളെല്ലാം മൂടി വെച്ചുകൊണ്ട് ഞാൻ നീതിമാനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും. അത് മറ്റുള്ളവരെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. സ്വയനീതീകരണക്കാരെ വിമർശിച്ചുകൊണ്ട് യേശു മിശിഹ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രശസ്തമായ ഒരു ഉപമയാണ്. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിലെ 18-ാം അധ്യായത്തിൽ നിന്നാണ് ആ ഉപമ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് യേശു തമ്പുരാൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ നീതിമാന്മാരെന്ന് നനച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന കപടഭക്തന്മാരെക്കുറിച്ചാണ് കർത്താവ് ഇത് പറഞ്ഞിട്ടുള്ളത്. രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി.
ഒരുവൻ പരീശനാണ്, അപരൻ ചുങ്കക്കാരനാണ്. നമുക്കറിയാം, പരീശൻ എന്ന് പറയുന്നത് യഹൂദ മതത്തിലെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. യഹൂദ മതത്തിൽ 2 പ്രബല വിഭാഗങ്ങളാണുള്ളത്, പരീശന്മാരും സദൂക്യന്മാരും. ഈ പരീശന്മാർ ഭക്തി പ്രകടനത്തിൽ അഗ്രഗണ്യരാണ്. അതുപോലെ ചിട്ടവട്ടങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കടുകിട വ്യത്യാസം വരാതെ കൃത്യതയോടെ പാലിക്കുന്നതാണ് ഭക്തി എന്ന് നനയ്ക്കുന്നവരാണ്. ആചാരാനുഷ്ഠാനങ്ങളുടെ കൃത്യതയ്ക്കപ്പുറത്ത് അവരെ സംബന്ധിച്ച് ഭക്തിക്ക് വേറെ മാനങ്ങളൊന്നുമില്ല. ചെയ്യേണ്ടതൊക്കെ കൃത്യമായി ചെയ്യുക, ഘട്ടം ഘട്ടമായി അത് പൂർത്തിയാക്കുക, അപ്പോൾ ഭക്തി പ്രകടമായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ അവർ ന്യായപ്രമാണത്തെ അവരുടേതായ കാഴ്ചപ്പാടിൽ രൂപപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. കപടഭക്തന്മാർ എല്ലാ കാലവും അങ്ങനെയാണ്. വേദപുസ്തകത്തെ തങ്ങൾക്ക് തോന്നിയതുപോലെ അവർ വ്യാഖ്യാനിക്കും, എന്നിട്ട് അതാണ് ശരി എന്നവർ മുറുകെ പിടിക്കും. എന്നാൽ മറ്റേ മനുഷ്യൻ യഹൂദനാണെങ്കിൽ പോലും അവനൊരു ചുങ്കക്കാരനാണ്. യഹൂദ മതത്തിൽ ചുങ്കക്കാരൻ വെറുക്കപ്പെട്ടവനാണ്, അവൻ രാജ്യദ്രോഹിയാണ്, അവൻ കുലദ്രോഹിയും കുടുംബദ്രോഹിയും ദൈവദ്രോഹിയുമാണ് എന്ന് യഹൂദന്മാർ ചിന്തിക്കുന്നു. അതുകൊണ്ട് യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ചുങ്കക്കാരൻ. ഈ ചുങ്കക്കാരനും യഹൂദൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ അവനും ഭക്തന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ടവനാണ്. എന്നാൽ അവൻ്റെ ഭക്തി ഏത് വിധത്തിലുള്ളത് എന്ന് വിലയിരുത്തുന്നത് അവൻ്റെ നിലപാടും അവൻ്റെ കാഴ്ചപ്പാടുമൊക്കെ അനുസരിച്ചാണ്. അവൻ യഹൂദനാണ്, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, കർത്താവാണ് സത്യദൈവമെന്ന് അംഗീകരിക്കുന്നവനാണ്, അവൻ ന്യായപ്രമാണത്തിലെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും അറിയുന്നവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ 2 പേർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ചുങ്കക്കാരൻ ഏറ്റവും പിന്നിൽ, അടുത്തേക്ക് ചെല്ലാതെ, ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാതെ ഏറ്റവും പിറകിൽ അനുതാപത്തോടെ തലകുമ്പിട്ട് അവൻ വേഴാമ്പൽ പോലെ തലകുനിച്ച് നിറകണ്ണോടെ അങ്ങനെ നിൽക്കുകയാണ്. ഒരുപക്ഷെ അവൻ നിലത്ത് കുമ്പിട്ടിരിക്കുകയാകാം, അല്ലെങ്കിൽ അവൻ നിലത്ത് കമിഴ്ന്ന് കിടക്കുകയാകാം, അതുമല്ലെങ്കിൽ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാകാം. എന്നാൽ പരീശൻ കുറേ അവകാശബോധമുള്ളവനാണ്. ഞാനൊരു ഭക്തനാണെന്നും നീതിമാനാണെന്നുമൊക്കെയുള്ള ചിന്ത അവൻ്റെ ഉള്ളത്തെ ഭരിക്കുന്നുണ്ട്. അവൻ നേരെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്നു, ഏറ്റവും മുന്നിലേക്ക് അവൻ ചെന്നു. ഒരു പക്ഷേ ദൈവമക്കളെ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ചില ബോധ്യങ്ങളാണ് നമ്മളെ ചില ഇടങ്ങളിലൊക്കെ തള്ളിക്കയറാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ആരേക്കാളും യോഗ്യനാണെന്നോ, മറ്റാരേക്കാളും പരിഗണനയ്ക്ക് അർഹനാണെന്നോ, മറ്റാരേക്കാളും അംഗീകാര യോഗ്യനാണെന്നോ ഒക്കെയുള്ള കാഴ്ചപ്പാട് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ എവിടെ ചെന്നാലും മുന്നിലേക്ക് തള്ളിക്കയറി ഏറ്റവും പ്രധാന സ്ഥാനത്ത് ചെന്ന് നിൽക്കാനുള്ള ത്വര അവരിലുണ്ടാകും. ചില ആളുകൾ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ അവർ ഒട്ടും പ്രസക്തരല്ല, അവർക്കവിടെ യാതൊരു പ്രാധാന്യവും ആരും കൽപ്പിക്കുന്നില്ല, അവരെ ആരും അവിടെ പരിഗണിക്കാനും സാധ്യതയില്ല. പക്ഷേ ഇതിനൊക്കെ ഞാൻ അർഹനാണെന്ന് സ്വയം വിധിച്ച് ഇടിച്ചു കയറി ഏറ്റവും മുന്നിൽ ചെന്ന് എല്ലാവരുടെയും മുൻപിൽ സ്വയം പ്രദർശിപ്പിക്കുന്ന ശീലമുള്ള ചില ആളുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പരീശൻ്റെ അസൽ ഉദാഹരണമാണ്. പരീശൻ്റെ യഥാർത്ഥത്തിലുള്ള ആധുനിക ചിത്രമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മനുഷ്യർ. ഇതിപ്പോൾ ഒരു പൊതുസ്ഥലത്ത് ഒരു പ്രത്യേക ഫംഗ്ഷന് ഫോട്ടോ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി അവിടെ ഒട്ടും പ്രസക്തനല്ല, ആ ഒക്കേഷനുമായി ഒരു ബന്ധവുമുള്ള ആളല്ല, പക്ഷേ ഫോട്ടോ എടുക്കുമെന്ന് കണ്ടാൽ ഏറ്റവും മുന്നിൽ അയാൾ തള്ളിക്കയറി ആ ഫോട്ടോയുടെ ഫ്രെയിമിൽ എവിടെയെങ്കിലും തൻ്റെ മുഖം കയറ്റി വയ്ക്കും. അങ്ങനെ ഒരു ഫോട്ടോ മാനിയ പിടിപെട്ട ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ സാധാരണക്കാർ മാത്രമേ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. സാധാരണക്കാരും രാഷ്ട്രീയക്കാരും പുരോഹിതന്മാരും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. കാരണം അത് അവരുടെ മനോവൈകല്യത്തിൻ്റെ അല്ലെങ്കിൽ വൈകൃതത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഞാനിവിടെ പ്രസക്തനാണ്, ഞാനിവിടെ വന്നിട്ടുണ്ട്, എന്നെ 4 ആൾ കാണണമെന്ന ആ മനുഷ്യൻ്റെ ഉള്ളിലെ അഹന്തയുടെ പ്രകടനമാണത്. അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവരെ തിരുത്താൻ ഒക്കില്ല. എത്ര വട്ടം അവരെ തിരുത്തിയാലും അവരത് കേൾക്കും, ചിലപ്പോൾ തർക്കിക്കും, ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല, ചിലപ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നവരെ പരമാവധി ഉപദ്രവിക്കും, എന്നിട്ടവർ വീണ്ടും അത് ആവർത്തിക്കും. സ്വാഭാവികമായും അവരുടെ മനോഭാവമാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. ഭക്തിയുടെ കണിക പോലും അവരുടെ ജീവിതത്തിലില്ല. വിനയം എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ തള്ളിക്കയറുന്നത്.
ഇവിടെ ഈ പരീശൻ ഏറ്റവും മുന്നിലേക്ക് ചെല്ലുകയാണ്. ദൈവത്തിന് മുമ്പിൽ ഞാൻ യോഗ്യനാണെന്ന്, ഞാൻ അർഹനാണെന്ന്, ഞാൻ ഇവിടെ നിൽക്കാൻ അർഹതപ്പെട്ടയാളാണെന്ന് അവൻ സ്വയം വിധിക്കുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ അതിന് തയ്യാറായില്ല എന്ന് കാണണം. ചുങ്കക്കാരന് താൻ ആരാണെന്ന് ഏകദേശ ബോധ്യമുള്ളതുകൊണ്ട്, ദൈവസന്നിധിയിൽ താൻ സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ട്, സ്വീകരിക്കപ്പെടില്ല എന്നൊരു ചിന്ത ഉള്ളിൽ വന്നതുകൊണ്ട്, എങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം എന്നെ തള്ളിക്കളയില്ല എന്ന ഉറപ്പുള്ളതുകൊണ്ട് അവൻ വളരെ വിനയപ്പെട്ട് പിന്നിൽ ദൈവത്തിൻ്റെ കരുണ കാത്ത് നിൽക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ ഉള്ളിൽ ചെല്ലുന്നത് അവകാശബോധത്തോടെയാണ്. ഈ പരീശൻ അവൻ ഇത് തൻ്റെ റൈറ്റാണ് എന്ന ബോധത്തിലാണ് ദൈവത്തിനടുത്ത് ചെല്ലുന്നത്. അവകാശമുള്ള ഒരാൾ തൻ്റെ അവകാശം പിടിച്ചു വാങ്ങുന്നത് പോലെയാണ് ഈ പരീശൻ ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്, വളരെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ആ തന്നോട് തന്നെ എന്ന വാക്ക് ഇതിനു മുമ്പും ചില പ്രഭാഷണങ്ങളിൽ അച്ഛൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. യേശുമശിഹ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അവൻ്റെ പ്രാർത്ഥന അവനോട് തന്നെയാണ്. അവൻ വിളിച്ചു അവനെ തന്നെ ദൈവമേ എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ സ്വയനീതീകരണക്കാരായ അഹങ്കാരികളായ ആളുകളുടെ ദൈവം അവർ തന്നെയാണ്. അവർ ദൈവമേ എന്ന് വിളിക്കുന്നത് അവരെ തന്നെയാണ്. അവർ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും സ്തുതിക്കുന്നതും അവരെ തന്നെയാണ്. ഇത് മനസ്സിലാക്കാതെ പോവുകയാണ്. സ്വയം പുകഴ്ത്തുന്നവരൊക്കെ സ്വയം ദൈവമാക്കുന്നവരാണ്. സ്വയം പ്രശംസിക്കുന്നവരൊക്കെ സ്വയം ദൈവമാക്കുന്നവരാണ്. സ്വന്തം കഴിവുകളെ ഉയർത്തി പറയുന്നവരൊക്കെ സ്വയം ദൈവമാക്കുന്നവരാണ്. സ്വന്തം യോഗ്യതകളെ കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നവരും സ്വയം ദൈവമാക്കുന്നവരാണ്. ഒരു അർഹതയുമില്ലാത്ത കാര്യം തന്നെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ അത് കേട്ട് രസിച്ചിരിക്കുകയും അങ്ങനെ പുകഴ്ത്തുന്നവരെ മുഖ്യസ്ഥാനങ്ങളിൽ ഇരുത്തുകയും ചെയ്യുന്നവരൊക്കെ സ്വയം ദൈവമാക്കുന്നവരാണ്. താൻ എന്തൊക്കെയോ ആണെന്ന് മറ്റുള്ളവർ സ്പോൺസർ ചെയ്തവരെ പോലെ പറയുമ്പോൾ അത് കേട്ട് ആനന്ദം കൊള്ളുകയും അവരെക്കുറിച്ച് തിരിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവർ സ്വയം ദൈവമാക്കുന്നവരാണ്. സ്വയം ദൈവമാക്കാനായിട്ട് ഓശാന പാടാൻ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ഭക്തരുടെ കൂട്ടത്തിൽ എണ്ണാൻ ഒക്കില്ല. അവർ തികഞ്ഞ കപട ഭക്തരും ദൈവനാമത്തിൽ ഭക്തി മുതലെടുക്കുന്നവരും ദൈവത്തെ വഞ്ചിക്കുന്നവരും ചതിക്കുന്നവരും സ്വയം ദൈവമാക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന പാവപ്പെട്ട ഒരു ജനത, വളരെ സാധുക്കളായ വലിയ കൂട്ടം ആളുകൾ ഇന്ന് പലരെയും ഇങ്ങനെ ദൈവമെന്ന നിലയിൽ കണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഈ പാവപ്പെട്ട ജനത്തെ ആകർഷിച്ചടുപ്പിക്കാൻ കുറേ പേർ അരമുറുക്കിക്കെട്ടി സകല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് അവർക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് ചില സാമ്പത്തിക ലാഭങ്ങളോ അധികാര സ്ഥാനങ്ങളോ നേട്ടങ്ങളോ പരിഗണനകളോ ഒക്കെ കിട്ടുന്നുണ്ടാകാം. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ദൈവം വഞ്ചിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇത് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലമാണിത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് അങ്ങനെ സംവദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേൾക്കുക. ഈ പരീശൻ നിന്നുകൊണ്ട് തന്നെ വിളിച്ചു ദൈവമേ. എന്നിട്ട് അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ എന്ന് സ്വയം വിളിച്ചവൻ തന്നോട് തന്നെ ആയിരിക്കുമല്ലോ പ്രാർത്ഥിക്കുന്നത്. പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. അവനെ തന്നെയാണ് വാഴ്ത്തുന്നത്. അവനെക്കുറിച്ച് തന്നെയാണ് അവൻ മേനി പറയുന്നത്. അവനെക്കുറിച്ച് തന്നെയാണ് അവൻ പുകഴ്ത്തുന്നത്. മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ടാണ് അവൻ സ്വയം പുകഴ്ത്തുന്നത് എന്നുള്ളത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ചില ആളുകളെ ഇവിടെ പേരെടുത്ത് പറയുന്നുണ്ട്. പിടിച്ചുപറിക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല ഞാൻ എന്ന് വെച്ചാൽ, പിടിച്ചുപറിക്കാരൊക്കെ വലിയ കുഴപ്പക്കാരാണ്. ഞാൻ അത്തരക്കാരനല്ല, ഞാൻ നീതിമാനാണ്, സ്വയം വിധിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നീതികെട്ട കുറേ ആളുകളുണ്ട്. ഞാൻ നീതിമാനാണ്. ശരിക്കും അവൻ നീതികെട്ടവനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അവൻ സ്വയം പ്രഘോഷിച്ചത് ഞാൻ നീതിമാനാണ് എന്നാണ്. വീണ്ടും പറയുന്നു, വ്യഭിചാരികളായ കുറേ ആളുകളുണ്ടല്ലോ ദൈവമേ, ഞാനൊരു വ്യഭിചാരിയല്ല എന്ന് വെച്ചാൽ അവൻ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഡിക്ലറേഷനാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇത്ര കൂടെ പറഞ്ഞു,
പിന്നിലൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പാവപ്പെട്ടവൻ, ചുങ്കക്കാരൻ, കുറ്റബോധമുള്ളവൻ, പാപബോധമുള്ളവൻ, അനുതാപി, തല ഉയർത്താൻ മടിയുള്ളവൻ, തലകുമ്പിട്ടിരിക്കുന്നവൻ. അവനെക്കുറിച്ച് പരിഹാസരൂപേണ അവൻ കേൾക്കെ പറയുകയാണ്, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായിക കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഒരുവൻ കേൾക്കെ അവനെ അപഹസിച്ചുകൊണ്ട് സ്വയം നീതീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ എത്ര നീചനായിരിക്കും പ്രിയപ്പെട്ടവരെ. തെറ്റുകാരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവരെ അപഹസിച്ച് സ്വയം നീതീകരിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുമോ? അവനെ തന്നെ വാഴ്ത്തുന്നതായിട്ടാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അവൻ വീണ്ടും അവൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നവനാണ്, എനിക്ക് കിട്ടുന്നതിനൊക്കെയും ഞാൻ പതാരം കൊടുത്തു വരുന്നവനാണ്, ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അവനോട് പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ അവൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇത് സ്വയനീതീകരണക്കാരൻ്റെ ജീവിത ശൈലിയാണ്. മറ്റുള്ളവരെ ദൂഷിക്കുക, മറ്റുള്ളവരെ ഇകഴ്ത്തുക, മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുക, അവിടെയൊക്കെ താൻ യോഗ്യനാണ് എന്ന് വിളംബരം ചെയ്യുക, എന്നിട്ട് തൻ്റെ ചെയ്തികളെ പുകഴ്ത്തി പറയുക, തൻ്റെ ഭക്തിയെ പുകഴ്ത്തി പറയുക. ഇതൊക്കെ ഒരു കപടഭക്തൻ്റെ പ്രകട ലക്ഷണമാണ് പ്രിയപ്പെട്ടവരെ. അവർ എന്നും സ്വയനീതീകരണക്കാരായിരിക്കും. എന്നാൽ മറുവശത്ത് നമ്മളൊരു ഭക്തനെ കാണുന്നുണ്ട്. ആ ഭക്തൻ ചുങ്കക്കാരനാണ്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ശരിയായ അനുതാപി. അവനവൻ്റെ കുറ്റം ബോധ്യപ്പെട്ടാണ് ദൈവം മുമ്പിൽ വന്നിട്ടുള്ളത്. അവനൊരു നീതീകരണ വാക്കും പറയാനില്ല. അവൻ ചങ്കുപൊട്ടി വിളിച്ചു സത്യദൈവത്തെ, അവനെയല്ല സത്യദൈവത്തെ. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്താൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. മറ്റവൻ അങ്ങനെ അല്ല എന്നുകൂടെ കർത്താവ് പറഞ്ഞു വെച്ചു. മറ്റവൻ നീതീകരിക്കപ്പെട്ടു എന്ന് സ്വയം വിധിച്ചു. അവൻ സ്വയം നീതീകരിച്ച് മടങ്ങിപ്പോയി. ചുങ്കക്കാരനോ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് മടങ്ങിപ്പോയി. ആരാണ് ഭക്തനെന്നും ആരാണ് കപടഭക്തനെന്നും ഇവിടെ വെളിപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ഭക്തരുടെ കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ ഭക്തരോ അതോ കപടഭക്തരോ എന്ന നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നടപ്പും നമ്മുടെ നിലപാടുമൊക്കെ വെളിപ്പെടുത്തുമല്ലോ പ്രിയപ്പെട്ടവരെ. സ്വയം വിധിക്കാതെ മറ്റുള്ളവരെ വിധിക്കുന്ന ആരും കപടഭക്തരാണ്. സ്വയം നീതീകരിച്ച് മറ്റുള്ളവരെ ഇകഴ്ത്തിയും കുറ്റപ്പെടുത്തിയും ചിത്രീകരിക്കുന്നവരാരും കപടഭക്തരാണ്. അവിടെ ഭക്തി ഇല്ല എന്ന് തിരിച്ചറിയണം. നാം എത്രത്തോളം ഒതുങ്ങണമെന്ന്, എത്രത്തോളം നമ്മിലേക്ക് തന്നെ ചുരുങ്ങണമെന്ന്, എന്നിട്ട് നാം ദൈവസന്നിധിയിൽ എത്രത്തോളം താഴണമെന്ന് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ഹൃദയത്തെ ആഴത്തിലൊന്ന് മഥിക്കണം പ്രിയപ്പെട്ടവരെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും നിങ്ങളും ഒരുപോലെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ ദൈവം എന്നെ ആഴത്തിൽ പരിശോധിച്ച് വിലയിരുത്തുമ്പോൾ ഞാനൊരു ഭക്തനായിരിക്കുമോ അതോ കപടഭക്തനായിരിക്കുമോ? ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ ഭക്തനായി അറിയപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു ഭക്തനായി അറിയപ്പെടുമെന്ന്, അംഗീകരിക്കപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു ഭക്തനായി കാണപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അത് സാധ്യമായാൽ ലോകത്തിൻ്റെ മുമ്പിൽ ഞാനൊരു ഭക്തൻ എന്ന് എണ്ണപ്പെട്ടില്ലെങ്കിലും, ലോകം എന്നെ പുകഴ്ത്തിയില്ലെങ്കിലും, നാളെ നല്ല മനുഷ്യനായിരുന്നു, ഭക്തനായിരുന്നുവെന്ന് പറഞ്ഞില്ലെങ്കിലും, സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ലോകം അംഗീകരിച്ചില്ലെങ്കിലും നഷ്ടമൊന്നുമില്ല. ചില വളരെ ശാന്തരായ, ഒരു പ്രത്യേകതയുമില്ലാത്ത, ഒരിടത്തും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലാത്ത, ഒരിടത്തും അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കാത്ത വളരെ ശാന്തരായ ചില പരമഭക്തരായ മനുഷ്യരെ ഈ യാത്രയ്ക്കിടയിൽ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരാഘോഷവുമില്ല, ഒരവകാശവാദവുമില്ല. എവിടെയും അവർ വളരെ സ്വച്ഛതയോടെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നവരാണ്. അവരിൽ ചിലർ വചനപ്രഘോഷകരുമാണ്, ചിലർ മധുരമായി ദൈവത്തെ പാടി സ്തുതിക്കുന്നവരാണ്. പക്ഷേ അവരെപ്പോഴും വളരെ ശാന്തമായി മറ്റുള്ളവരിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ളതായ ദോഷങ്ങൾ ആരോപിക്കാതെ സ്വയത്തിലേക്ക് ചുരുങ്ങി സ്വയം പരിശോധിച്ച് കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി അനുതാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. അവർ പറയുന്ന ഏത് കാര്യത്തിലും അവർ അവരുടെ കുറ്റം ഏറ്റെടുക്കാൻ മടിയില്ലാത്തവരാണ്. പ്രിയപ്പെട്ടവരെ,
ഇവിടെയാണ് ഭക്തനും അഭക്തനും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. യെശയ്യാ പ്രവചനം പരിശോധിക്കുമ്പോൾ അവിടെ ദൈവമായ കർത്താവ് ഇങ്ങനെ സ്വയനീതീകരണക്കാരെക്കുറിച്ച് ഒരു ചിന്ത പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മാറി നിൽക്ക, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധനെന്ന് പറയുന്നവൻ അവർ എൻ്റെ മൂക്കിൽ പുകയും ഇടപെടാതെ കത്തുന്ന തീയുമാകുന്നു എന്നാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നത്. മാറി നിൽക്കൂ, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിന്നേക്കാൾ യോഗ്യനാണ്, ഞാൻ നിന്നേക്കാൾ നീതിമാനാണ് എന്ന് പറയുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലയിരുത്തൽ. അവരുടെ മൂക്കിൽ തീയും മൂക്കിൽ പുകയും കണ്ണിൽ തീയുമാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അവരെ സംബന്ധിച്ച് ദൈവത്തിന് അവരെ ഉൾക്കൊള്ളാനാകുന്നില്ല. അവർ അളവ് വരെ പറഞ്ഞാൽ ദൈവം അവരെ വെറുക്കുന്നുണ്ട് എന്നുകൂടെ നാം വായിച്ചെടുക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തി നമ്മുടെ സ്വയനീതീകരണത്തിലല്ല, ദൈവസന്നിധിയിൽ സ്വയം തുറന്നു വെച്ച് സമ്മതിക്കുന്നതിലാണ് വെളിപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നാൾതോറും നമ്മളെ തന്നെ പരിശോധിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അയോഗ്യമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കർത്താവേ, ഞാൻ നിൻ്റെ മുമ്പിൽ ഈ ദിവസം ജീവിച്ചിട്ട് കർത്താവിൻ്റെ പ്രമാണത്തിനും കർത്താവിൻ്റെ കൽപ്പനയ്ക്കും വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവമേ, ഞാനത് തിരിച്ചറിയുന്നു, ഞാനത് തിരുത്തുന്നു, ഞാൻ തിരുമുമ്പിൽ അനുതപിക്കുന്നു എന്ന് പറയുവാനുള്ള മനസ്സ്. അതോടൊപ്പം തന്നെ ദൈവമേ, ഞാനൊരു സമൂഹ ജീവിയാണ്, എൻ്റെ കുടുംബം എന്നോടൊപ്പമുണ്ട്, അതുപോലെ ഞാൻ ഇടപെടുന്ന സമൂഹം എൻ്റെ ചുറ്റുമുണ്ട്. ആരോടെങ്കിലും ഞാൻ കൽപ്പന പ്രകാരം അരുതാത്തത്, വചനപ്രകാരം അരുതാത്തത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിപ്പാൻ. ആരെയും കുറ്റക്കാരെന്ന് വിധിക്കാനല്ല, സ്വയം കുറ്റക്കാരനായി വിധിക്കാൻ. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം താഴ്മപ്പെടാൻ ഒരു ആൾ തയ്യാറാകുമ്പോഴാണ് ആ ആളെ ഭക്തനെന്ന് ദൈവസന്നിധിയിൽ വിലയിരുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പരിധിവരെ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിതിൽ വിജയികളാകണമെന്നല്ലോ ദൈവഹിതം. അതുകൊണ്ടാണല്ലോ ദൈവം ഇന്ന് ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നത്. ദൈവം ഒരു കാര്യം ഒരാളോട് പറയുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുക. പറയുന്ന അച്ഛൻ, കേൾക്കുന്ന നിങ്ങളും ഇനിയും ഒരുപാട് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് പരിശോധന കഴിക്കണം. നമുക്ക് പലപ്പോഴും സാധ്യമാകാതെ പോകുന്നത് ഈ സ്വയപരിശോധനയാണ്. സ്വയത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ മടിക്കുന്നവരാണ് നമ്മൾ. ചെയ്യുന്നതെല്ലാം നീതിയാണെന്നും ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും എന്ത് നീതികേട് പ്രവർത്തിച്ചിട്ടും അതിനെ ന്യായീകരിക്കുന്ന നിലപാടും ഒക്കെ നമ്മിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം തികഞ്ഞ കപടഭക്തരാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം. യേശുമശിഹ ഇങ്ങനൊരു ഉപമ പറഞ്ഞത് വെറുതെ അല്ലല്ലോ, സ്വയം നീതീകരിക്കുന്നവരെ തുറന്നു കാണിക്കാൻ വേണ്ടിയല്ലേ. എന്നാൽ ഇന്ന് നമ്മിൽ എത്രയോ പേർ ഈ പരീശന്മാരുടെ പ്രതിനിധികളായി ഈ വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ ഒരു വാക്ക് ആവർത്തിക്കേണ്ടതുണ്ടല്ലോ ഇവിടെ. അഭക്തന്മാരെക്കാൾ അപകടകാരികളാണല്ലോ പ്രിയപ്പെട്ടവരെ കപടഭക്തന്മാർ. അഭക്തന്മാർ ഭക്തി ഇല്ലാത്തവരെന്നൊരു കുറ്റമേ അവർക്കുള്ളൂ. അവരൊരിക്കലും വഞ്ചന കാണിക്കുന്നില്ല. കപടഭക്തന്മാർ ദൈവത്തെ വഞ്ചിക്കുകയാണ്, സമൂഹത്തെയും വഞ്ചിക്കുകയാണ്, സ്വയം വഞ്ചിക്കുകയാണ്. നമ്മളങ്ങനെ വഞ്ചകരായി മാറരുത്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ഭക്തി തിളങ്ങിക്കാണുവാൻ ഈ ചിന്തകൾ പങ്കിടുന്നതിലൂടെ ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് വളരെ വ്യക്തമായി ഇന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. കപടഭക്തന്മാരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞ് കപടഭക്തിയുടെ ഒരു പ്രകട ലക്ഷണം എന്ന് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചു. അത് സ്വയനീതീകരണമാണ്. കർത്താവെ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണത്. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിലെ അഹന്ത ഞങ്ങളെക്കൊണ്ട് എപ്പോഴും സ്വയം നീതീകരിപ്പാൻ പ്രേരിപ്പിക്കുന്നു. തെറ്റുപറ്റി എന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഞങ്ങളത് സമ്മതിക്കാനോ താഴാനോ തിരുത്താനോ തയ്യാറാകാതെ ദൈവമേ, കപടഭക്തരായി ഭക്തി നടിച്ച് ജീവിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കുറവ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ തിരുത്താൻ തീരുമാനിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, സ്വീകരിക്കണമേ. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ വിനയപ്പെട്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരീശൻ്റെ പ്രാർത്ഥന ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ.
ഞങ്ങളെ അവിടുന്ന് കൃപയിൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. But